സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി മാനസിയെ ആയിരിക്കും സുമിത്ര കൊല്ലാനായിട്ട് പോകുന്നത്. അത്രയ്ക്കും വലിയ ഡ്രാമയാണ് എല്ലാവരുടെയും മുന്നിലും സുമിത്രയുടെ മുന്നിലും അവൾ കാഴ്ചവെച്ചത്. സുമിത്രയായിരിക്കും മിക്കവാറും ഇനി അവളുടെ ആജന്മശത്രു. ആ പെർഫോമൻസ് മാനസ കാഴ്ചവെച്ചത് ബലരാമൻ്റെ സിമ്പതിയും പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് കാണിക്കാനുമാണ്. മാനസയ്ക്കാകെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയാണ്. കാരണം ഈ ഒരു അറമ്പറ്റിലും അവൾക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ചെറിയൊരു പാളിച്ച പറ്റിയിരുന്നെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിലും പഴയതുപോലെ താൻ ശത്രുവായെന്നൊക്കെ മനസ്സ് ചിന്തിക്കുന്നുണ്ട്. വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടക്കാത്തതുകൊണ്ട് വീട്ടിൽ വന്ന ശേഷം തലയിൽ ചൂടിയിരുന്ന മുല്ലപ്പൂ മാലയൊക്കെ വലിച്ചെറിഞ്ഞതിന് ശേഷം ഒരു ബലരാമൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളെ കുറ്റം പറയാണ് മനസ്സ. തൻ്റെ മകളുടെ തകർച്ചയിൽ ഹേമയ്ക്കും ജയമോഹനും നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എന്തോ പറഞ്ഞത് മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മാനസ. അതോടുകൂടി എന്തായാലും ബലരാമൻ രക്ഷപ്പെടും മാനസയുടെ പിടിയിൽ നിന്നും. ജയമോഹൻ അങ്കിൾ ഇതിനെ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നറിയില്ല എന്നും ഇനിയും മാനസ ബുദ്ധിമുട്ടിക്കാൻ വന്നാൽ എന്താ ചെയ്യേണ്ടത് എന്ന് അറിയില്ല എന്നും മറ്റും പറയുന്നുണ്ട് കൃഷ്ണ. ബലരാമൻ്റെ ശക്തിയൊക്കെ ചോർന്നു പോവാണ്. കാരണം തൻ്റെ ദൗർബല്യം ശത്രുക്കളുടെ പിടിയിൽ അകപ്പെട്ടപ്പോൾ അയാൾക്ക് എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പതറിപ്പോയി. ഇനി മിക്കവാറും ബലരാമൻ വീണ്ടും സൂപ്പറായി തിരിച്ചു വരും. ഇനി ശത്രുക്കളുടെ നേരെ ആഞ്ഞടിക്കുന്ന അതിശക്തനായിട്ടുള്ള ഒരു ബലരാമനെ ആയിരിക്കും കാണാനായിട്ട് പോകുന്നത്. എത്രയൊക്കെ തന്നെ ദ്രോഹിച്ചാലും സുമിത്രയെ അത്രയ്ക്ക് അങ്ങോട്ട് കൈകാര്യം ചെയ്യാൻ ബലരാമൻ ഇപ്പോഴും മനസ്സനുവദിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ തന്നെ അമ്മയായി കണ്ട ആത്മാർത്ഥമായി സ്നേഹിച്ചതല്ലേ, അത് തന്നെയാണ് കേട്ടോ കാരണം. ഒരിക്കൽ ബലരാമനെ എത്രമാത്രം വെറുക്കുന്നോ അതിൻ്റെ 10 ഇരട്ടിയാണ് കേട്ടോ ഇപ്പോൾ സ്നേഹിക്കുന്നത്. തൻ്റെ ജന്മത്തിൻ്റെ രഹസ്യം കൃഷ അറിഞ്ഞു കഴിഞ്ഞാൽ അത് അയാളെ എങ്ങനെ ബാധിക്കും, അത് അയാളെ എങ്ങനെ സഹിക്കുമെന്നും അറിയില്ല. അപ്പോഴും ആ കൃഷ്ണനെ താങ്ങി നിർത്താനും സ്നേഹിക്കാനും ഇടവും വലവുമായിട്ട് ബലരാമനും കൺമണിയും ഉണ്ടാകും. അയാളെ ഒരിക്കലും അവർ തളർത്താനൊന്നും പോകുന്നില്ല. സാഗറിനും ഈ വിവരം പറഞ്ഞാൽ ശക്തി പകരാൻ പോകുന്നത് ബലരാമൻ തന്നെയായിരിക്കും. സാഗറിനാണെങ്കിലും വല്ലാത്ത ഒരവസ്ഥയാണ്. കൃഷ്ണൻ്റെ കല്യാണത്തിന് അവരെ വിളിക്കാനും വയ്യ വിളിക്കാതിരിക്കാനും വയ്യ എന്നുള്ള അവസ്ഥയാണ് അയാൾക്ക്. ഈ സമയത്ത് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ബോധം പോലും അയാൾക്ക് ഉണ്ടാകുന്നില്ല. എന്തോ ഒരു കാര്യം ചെയ്തതിന് ദേവജി അയാളെ ശാസിക്കുന്നുണ്ട്. സാഗർ താൻ എന്താന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വല്ല ബോധമുണ്ടോ എന്നൊക്കെ ചോദിച്ച് സാഗറിൻ്റെ ആ വിഷമം മുഴുവൻ ആ രഹസ്യം കൃഷ അഴിയുമോന്നും കൃഷ അതെങ്ങനെ താങ്ങും എന്നുള്ളത് തന്നെയാണ് കേട്ടോ. മാനസികാണെങ്കിൽ സർവ്വവും നശിപ്പിക്കാനുള്ള ദേഷ്യമുണ്ട്. അവൾ ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടും എന്നറിയില്ല. ഇനിയും ജയിലിൽ കിടക്കാനുള്ള സർവ്വസാധ്യതയും അവളുടെ ഇനിയുള്ള പ്രവൃത്തികൾ കൂടി ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ശ്രീനിക്കാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ തൻ്റെ മോളുടെ കല്യാണം നടന്നു കിട്ടിയാൽ മതി എന്നാണ്. ധനലക്ഷ്മിക്ക് മനോജിനെ ബുദ്ധിമുട്ടിക്കുന്നത് ഒട്ടും ഇഷ്ടമാകുന്നില്ല എങ്കിലും കാര്യങ്ങൾ നടക്കണ്ടേ എന്നുള്ള വിചാരം കൊണ്ടാണ് അയാൾ ഒന്നും മിണ്ടാതിരിക്കുന്നത്. മനോജ് തൻ്റെ സുഹൃത്തിനോട് ആ സന്നിഗ്ധ ഘട്ടം പങ്കുവയ്ക്കുകയാണ്. കാശ് കണ്ടെത്തിയേ പറ്റൂ, അച്ഛൻ എന്നെ പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇതുവരെയുള്ള ബുദ്ധിമുട്ടിനൊക്കെ പകരം തീർക്കാൻ ഒരു ചൂടുള്ള സമ്മാനം കൃഷ്ണൻ്റെ കവിളിൽ കൺമണി കാറിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവൾ പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്.